നമസ്കാരം. 15 വർഷങ്ങൾ ബിൽഡിംഗ് മാർവൽസ്, അതും തിരുവനന്തപുരത്തിൻ്റെ പ്രൈം ലൊക്കേഷനുകളിൽ. ട്രസ്റ്റിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പേര്, കോർഡൻ ബിൽഡേഴ്സ്. ഇന്ന് നമ്മളോടൊപ്പം കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യുന്നത് കോർഡൻ ബിൽഡേഴ്സിൻ്റെ സാരഥിയായ മിസ്റ്റർ അരുൺ അയ്യപ്പൻ ഉണ്ണിത്താനാണ്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു സർ. ഇപ്പോൾ കോർഡൻ ബിൽഡേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. സർ ആണെങ്കിലും നമ്മുടെ സോഷ്യൽ സർക്യൂട്ടിലും ട്രിവാൻഡ്രത്തും കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വളരെയധികം അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ കോർഡൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്? കോർഡൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളെല്ലാവരും തന്നെ ഫാമിലിപരമായിട്ട് നേരത്തെ തന്നെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലുള്ളതാണ്. ഈ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ അമ്മാവനാണ്. അച്ഛൻ്റെ അമ്മാവൻ്റെ പേര് നാരായണൻ ഉണ്ണിത്താൻ എന്നാണ്. അദ്ദേഹം മദ്രാസിൽ റാംബാൾ എന്ന് പറഞ്ഞ കമ്പനിക്ക് തുടക്കം കുറിക്കുകയും അത് അനേകം പ്രോജക്റ്റുകൾ ചെയ്തൊരു വലിയ കമ്പനിയായത്. ഇത് ലേറ്റ് 50s 60s എന്തോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛനും അച്ഛൻ്റെ ബ്രദേഴ്സും എല്ലാം അമ്മാവൻ്റെ കൂടെ റാംബാളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അച്ഛൻ്റെ ബ്രദേഴ്സും കൂടെ തുടങ്ങിയ കമ്പനിയാണ് കോർഡിയൽ. 1981 തുടങ്ങിയ കമ്പനിയാണ്. അപ്പോൾ എൻ്റെ ഫാദറാണ് ഏറ്റവും മൂത്തത്, അയ്യപ്പൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സുണ്ട്, വിജയൻ ഉണ്ണിത്താൻ, ധനഞ്ജയൻ ഉണ്ണിത്താൻ, കൊച്ചനയൻ ഉണ്ണിത്താൻ. അവർ 4 പേരും ചേർന്നാണ് കോർഡിയൽ നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 2000, 2004 ആ സമയത്തൊക്കെ ഞങ്ങളെപ്പോലുള്ള അടുത്ത ജനറേഷൻ ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു കോർഡിയൽ. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് ഈ പറഞ്ഞ കോർഡിയലിൽ ജോയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 2006 5 അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 2011 വരെ ഞാൻ കോർഡിയലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നുള്ളൊരു താല്പര്യം വരികയും ആ താല്പര്യം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയും അച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെ നമ്മൾ പുതിയൊരു കമ്പനി ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ പേരാണ് ഈ കോർഡൻ ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫുൾ നെയിം കോർഡൻ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് റിയൽറ്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അച്ഛനതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. എൻ്റെ മദർ ഉഷ ഉണ്ണിത്താൻ, അമ്മയും ഡയറക്ടറാണ് കമ്പനിയിൽ. റീസെൻ്റ്ലി എൻ്റെ സിസ്റ്ററുണ്ട് ദിവ്യ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഓപ്പറേഷൻസ് ആയിട്ട്. അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ പശ്ചാത്തലം, ഹിസ്റ്ററി അതാണ് വരുന്നത്. ഇത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞു ഇപ്പോൾ കോർഡിയലിൽ ജോയിൻ ചെയ്തു ആദ്യം, പിന്നെ കോർഡൻ സ്വന്തമായിട്ട് ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തു, ഫാമിലി എല്ലാം അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ്? ആ ഒരു കഥയൊന്ന് പറയൂ. ഫസ്റ്റ് പ്രോജക്റ്റ് കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മളെല്ലാ കമ്പനികളും ചെയ്യുന്ന പോലെ ഈ വരുന്ന വർക്കുകൾക്കെല്ലാം ടെൻഡർ എഴുതുകാമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ കുറച്ച് നാൾ അങ്ങനെ പോയി. ആദ്യത്തെ വർക്ക് കിട്ടുന്നത് ഇൻവെസ്റ്റ്നെറ്റ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ IT കമ്പനിയുടെ കുറവങ്കോണത്തുള്ളൊരു ഓഫീസാണ്. അത് ഏറെക്കുറെ 90,000 സ്ക്വയർ ഫീറ്റുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നത്. അത് ഞങ്ങളുടെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ട് ശ്രീകുമാരങ്ങളുടെയും തേജോമയ ആൻ്റിയുടെയും ലാൻഡായിരുന്നു അത്. അപ്പോൾ ആ ലാൻഡിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ബാക്കി കോൺട്രാക്ടേഴ്സ് എല്ലാം ചെന്ന് ടെൻഡർ വാങ്ങിച്ചപ്പോൾ നമ്മളും ടെൻഡർ വാങ്ങിച്ചു. ആ വർക്ക് ഏറെക്കുറെ 11 കോടി രൂപയുടെ വർക്കായിരുന്നു അത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് 11 കോടി രൂപയുടെ കോൺട്രാക്ട് വർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ വലിയ കാര്യമാണ് അത്. അപ്പോൾ ദൈവാധീനം കൊണ്ട് നമുക്കത് കിട്ടി. ആ പ്രോജക്റ്റ് നമ്മൾ ബിഫോർ ടൈം കംപ്ലീറ്റ് ചെയ്തു. അത് 14 months ആയിരുന്നു അതിൻ്റെ കംപ്ലീഷൻ ടൈം. 12 months കൊണ്ട് ഏറെക്കുറെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ് അടുപ്പിച്ച് നമ്മൾ കുറേ കോൺട്രാക്റ്റിംഗ് വർക്ക്സ് ചെയ്തു. ഇപ്പോൾ SUT റോയൽ ഹോസ്പിറ്റലിൻ്റെ വർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ഇവരുടെ രാജകുമാരി സിൽക്ക് സാറ്റിങ്ങിൽ അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി ചെയ്തു. റൂബി ടവേഴ്സ് നിലമേൽ ദുബായിലുള്ളൊരു റൂബി ഗ്രൂപ്പിന് വേണ്ടി അത് ചെയ്തു. പാരലലി അതൊക്കെ നമ്മൾ റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു. ഈ 2-3 വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി പൈസ കൈ വരുമല്ലോ. അപ്പോൾ ഇവഞ്ച്വലി നമ്മുടെ ആഗ്രഹം ബിൽഡർ ആവാനാണ്. കോൺട്രാക്ടർ ആവുന്നത് ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ്. പക്ഷേ ബിൽഡർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ക്ലയൻറ്റിന് ഒരു ആർക്കിടെക്റ്റ് കാണും. ആ ആർക്കിടെക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ നമുക്കുള്ളൂ. 2000 ഒരു 13-14 കമ്പനി തുടങ്ങിയത് 11 നമ്മൾ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കുറവങ്കോണത്ത് തന്നെ കല്യാൺ റോയൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റ്, ഗ്രൗണ്ട് +3 ആയിരുന്നു. 14 യൂണിറ്റ് ഉണ്ട് അതിനകത്ത്. അത് പെട്ടെന്ന് തന്നെ വിറ്റുപോയി, കാരണം നല്ല ലൊക്കേഷനായിരുന്നു അവിടെ. അപ്പം സൈഡ് ബൈ സൈഡ് ഈ ഇൻവെസ്റ്റ്നെറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കല്യാൺ റോയലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ട്രെയിൻ നമുക്കില്ല, കാരണം നെയ്ബറിങ് പ്രോപ്പർട്ടീസ് ആയിരുന്നു. അങ്ങനെ അത് നന്നായിട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മളൊരു അടുത്തൊരു ലാൻഡ് എടുത്തു. അത് കിങ്സ് വില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കവടിയാറ് ടെന്നീസ് ക്ലബിൻ്റെ പുറയിൽ. അതും ഈ പറഞ്ഞ പോലെ എല്ലാം കൊച്ചു യൂണിറ്റ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫ്ലോറിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വീതം
9 നിലയിൽ 9 അപ്പാർട്ട്മെൻറ്റ് സൈസ് ഇച്ചിരി വലുതായിരുന്നു, 2350 സ്ക്വയർ ഫീറ്റോളം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്രീവത്സത്തിൻ്റെ ലാൻഡ് വരുന്നു. ശ്രീവത്സത്തിലാണ് ഞങ്ങളുടെ ഓഫീസൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത്. അത് പൈപ്പ് മൂടാണ്. അങ്ങനെ ശ്രീവത്സം ആക്ച്വലി ഫസ്റ്റ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഓഫ് കോർഡനാണ്. അത് 21 നിലയുണ്ടത്. അപ്പോൾ 4 നിലയിൽ നിന്ന് 21 നിലയിലേക്ക് പോകുമ്പോൾ അന്ന് കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഈ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് അന്ന് തന്നെ അങ്ങ് എടുത്തു. കാരണം അന്ന് വലുതായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല, റിസ്ക് എടുക്കാനുള്ള പറ്റിയൊരു മെൻറ്റാലിറ്റിയുള്ള സമയമായിരുന്നു അത്. അങ്ങനെ എടുത്തു. ആൻഡ് ദാറ്റ് റിസ്ക് അതൊരു നല്ല ഡിസിഷനായിട്ട് പിന്നെ അത് പ്രൂവ് ചെയ്യപ്പെട്ടു. 65 യൂണിറ്റ്സ് ആയിരുന്നു അതിനകത്തുള്ളത്. പെട്ടെന്ന് തന്നെ അതെല്ലാം വിറ്റുപോയി. നമ്മുടെ കമ്പനിയുടെ ഓഫീസും അതിനകത്ത് തന്നെയാണ്. അങ്ങനെ പിന്നെ തുടരെ പ്രോജക്റ്റുകളായി. എനിക്കൊന്ന് നാളിതുവരെ നമ്മൾ ഏറെക്കുറെ 20 പ്രോജക്റ്റുകളോളം നമ്മൾ നടത്തിയത് ഹാൻഡ് ഓവർ ചെയ്തതായിട്ടുണ്ട്. 18 ഹാൻഡ് ഓവർ ചെയ്തു, 2 പണി നടക്കുന്നു. ഇനി ഒരു 3 ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 15 ഇയേഴ്സ് കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 18 പ്രോജക്ട്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. 4 പണി നടക്കുന്നുണ്ട്. അതും എല്ലാം പ്രൈം ലൊക്കേഷൻസ് ആണല്ലേ പറയുമ്പോൾ? എല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രൈം ലൊക്കേഷൻസാണ്. ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ലൊക്കേഷനും പ്രൈം ലൊക്കേഷൻ ആയിരിക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പം അത് പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമല്ല. ക്ലയൻസിന് ആവശ്യമുള്ള ഒരു കസ്റ്റമർക്ക്, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്, കസ്റ്റമറുടെ ഒരു വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് ആവശ്യമുള്ള സംഗതികളെല്ലാം ആ പ്രൊജക്റ്റിനകത്തുണ്ടോ, അവർക്ക് വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണോ. ഇപ്പം ഞാനാണൊരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ ഞാനിവിടെ വരെ വണ്ടി ഓടിച്ച് വരുമോ? ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം സ്വയം ചോദിച്ചിട്ടാണ് ഈ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി കിട്ടിയെന്ന് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുകയാണെങ്കിൽ അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൈം ലൊക്കേഷനാണ്. ഇപ്പോൾ ഈ ചെയ്ത പ്രൊജക്ട്സിൽ അടുത്തിടെ ചെയ്ത അല്ലെങ്കിൽ ആദ്യം തൊട്ട് ചെയ്ത പ്രൊജക്ട്സിൽ ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന പ്രൊജക്റ്റ് ഏതാണ്? അല്ല, അതിപ്പം ഇല്ല, അമ്മയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രോജക്ട്സും നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റുകൾ തന്നെ. അതിൽ പിന്നെ നല്ലത് ചീത്തതെന്നൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്തിടെ ചെയ്ത ഒരു പ്രോജക്റ്റുണ്ട്, ഇമ്പീരിയൽ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾ സാധാരണ ചെയ്തതിനേക്കാൾ ഇച്ചിരി വ്യത്യാസമായിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു 1 ഏക്കർ 55 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് 3 ടവർ ചെയ്യാം. പക്ഷേ നമ്മൾ 2 ടവർ ചെയ്തു. എന്നിട്ട് അതിനകത്ത് വളരെ ഭംഗിയായിട്ടൊരു ആംഫി തിയേറ്റർ കൊടുത്തു. സിറ്റിക്കകത്ത് എനിക്ക് തോന്നുന്നു ആംഫി തിയേറ്ററുള്ള പ്രോജക്റ്റ് വേറെ ഇല്ല സിറ്റിക്കകത്ത്. അപ്പം ആംഫി തിയേറ്ററുണ്ട്, അവിടെ ജീറിയാട്രിക് പാർക്കുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റിൽ പോകുമ്പം കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട്. കുറച്ചുകൂടെ ഏറിയാണ്, കുറച്ചുകൂടെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. പിന്നെ കാണുമ്പോൾ ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഹരിതാഭ പച്ചപ്പെന്നൊക്കെ പറയുന്ന പോലെ ഇച്ചിരി എലമെൻസൊക്കെ അതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാങ്ങിച്ച കസ്റ്റമേഴ്സും വളരെ ഹാപ്പിയാണ്. അത് 2 ടവറാണ്. ഫസ്റ്റ് ടവർ ഹാൻഡ് ഓവർ ചെയ്തു, സോൾഡ് ഔട്ടാണ്. സെക്കൻഡ് ടവർ ഈ ഡിസംബറിൽ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് നിൽക്കുന്നു. അതും ഏറെക്കുറെ എല്ലാം സോൾഡ് ഔട്ടാണ്. കുറച്ച് യൂണിറ്റ്സ് അവൈലബിൾ ആണ്, അത്രയേ ഉള്ളൂ. ആ പ്രൊജക്റ്റ് ഒരു പ്രത്യേകതയുള്ള പ്രൊജക്റ്റായിട്ട് ഞാൻ ചെയ്തതിൽ. ബാക്കിയെല്ലാം നല്ലത് തന്നെ. പക്ഷേ ഇത് ഇത്രയും ഓപ്പൺ സ്പേസ് നമുക്ക് കിട്ടിയത് കൊണ്ട്, അത് സാധാരണ ആക്ച്വലി സിറ്റിയിൽ അത് ഒരു വിരളമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അത് ഇത്രയും ഓപ്പൺ സ്പേസ് നിലത്ത് തന്നെ വിടാൻ പറ്റുന്നത്, ഗ്രൗണ്ട് ഇത്രയും വിടാൻ പറ്റുന്നത്. കാരണം ആരും ചെയ്യില്ല. ലാൻഡ് ഭയങ്കര വിലയുള്ളതായതുകൊണ്ടേ അവിടെ ഒരു ടവറും കൂടെ ചെയ്യാൻ. അതെ, 3 ടവറിന് സ്ഥലമുണ്ട്, 4 വെക്കാൻ നോക്കുന്നിടത്താണ് നമ്മൾ 2 അങ്ങനെയും പറയാം. അത് വേണമെന്ന് വെച്ച് അങ്ങനത്തെ കൺസെപ്ച്വൽ ഒരു പ്രോജക്റ്റായിട്ട് ചെയ്തതാണ്. അത് ഒരു മനസ്സിനടുപ്പുള്ളൊരു പ്രോജക്റ്റാണ്. മിയാവാക്കി ഫോറസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അത് ഈ പ്രൊജക്റ്റിലാണോ? അല്ല, മിയാവാക്കി ഫോറസ്റ്റ് അത് അടുത്ത പ്രോജക്റ്റിലാണ്. വിസ്താര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമുക്ക് ചന്തവിള സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ 10-36 അമ്യൂണിറ്റീസ് ഉള്ളൊരു പ്രൊജക്റ്റ്. അത് അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴേ നമ്മളിതിന് ഈ അമ്യൂണിറ്റീസ് കാണിച്ച് വിൽക്കാൻ നോക്കുകയല്ല. ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള ലീഷർ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പണിസ്ഥലത്ത് നിന്ന് വളരെ സ്ട്രെയിൻ എടുത്തായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലീഷർ മൂഡ് ഉണ്ടാക്കാനായിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം നമ്മുടെ വീടുകളിൽ വേണ്ടതെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സ്ട്രെന്വസ് ആയിട്ടുള്ളൊരു ഡേ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഈ പ്രോജക്റ്റിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു കാംനെസ് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യണം. അപ്പം വിസ്താരം നമ്മൾ അങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ ഡ്രൈവേ ഉണ്ട്. ഈ ഡ്രൈവേയുടെ 2 സൈഡിലും മരങ്ങളൊക്കെ വെച്ച്, അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്ന് ഈ പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യും. കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് കഴിഞ്ഞാണ് ഈ ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ മിയാവാക്കി ഫോറസ്റ്റൊക്കെ അതിൻ്റെ പുറയിൽ വരുന്ന, ബിൽഡിങ്ങിൻ്റെ പുറയിൽ വരുന്ന ഒരു അമ്യൂണിറ്റിയാണ് അത്. അതിനകത്ത് തന്നെ സ്കൈ ഫാൾസ് എന്ന് പറഞ്ഞൊരു അമ്യൂണിറ്റി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അതും തിരുവനന്തപുരത്ത് വേറെ ആരും ചെയ്തിട്ട് എനിക്കറിവില്ല.
14ാമത്തെ നിലയിൽ നമ്മളൊരു 8 അടി പൊക്കം ഉള്ളൊരു വാൾ ക്രിയേറ്റ് ചെയ്ത് ആ വാളിൽ നിന്നൊരു കാസ്കേഡ്, ഒരു നല്ല വലിയ വെള്ളച്ചാട്ടം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതിന് ഈ പറഞ്ഞിരിക്കുന്നത് സ്കൈ ഫോൾസ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്ലഞ്ച് പൂളിലേക്ക് വന്ന് ചാടുന്നു. ആ പ്ലഞ്ച് പൂളിന് ചുറ്റും നമ്മൾ ഇരിക്കാനുള്ള ലീഷറിനുള്ള ഒരു കോർണർ, ലൈക്ക് ഒരു എന്താ നമ്മൾ പറയുന്നത്, ഒരു ലോഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളും ഇമ്പ്രവൈസ് ചെയ്യാനായിട്ടാണല്ലോ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഉള്ള സാധനങ്ങൾ അടുത്ത പ്രോജക്റ്റ് കൊടുക്കുന്നതിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തെങ്കിലും 1-2 എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇമ്പ്രവൈസ് ചെയ്ത് ആഡ് ചെയ്ത് ആ ക്വാളിറ്റി ഓഫ് ലിവിങ്, കസ്റ്റമറിൻ്റെ ക്വാളിറ്റി ഓഫ് ലിവിങ് അത് കൂട്ടാനായിട്ട് ഉതകുന്ന സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അത് ധൈര്യമായിട്ട് നമ്മളങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പ്രോജക്ട്സിൽ ഇപ്പോൾ നമ്മൾ എന്താണ് കൊണ്ടുവരാൻ പോകണമെന്നുള്ളത് ഇനി അടുത്ത് ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിക്കണം. ഇതൊരു കൂട്ടായ ആലോചനയുടെ പുറത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വെറുതെ കുറേ അമ്യൂണിറ്റീസ് അങ്ങ് ഇപ്പോൾ സ്വിമ്മിംഗ് പൂള്, എയർ കണ്ടീഷൻഡ് ലോബി അങ്ങനെ വെറുതെ പറഞ്ഞു പോവുമല്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടണം. ഐദർ ശാരീരികമായിട്ട് ജിമ്മ് പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്കൈ ഫോൾസ്, മിയാവാക്കി ഫോറസ്റ്റ്, കുറച്ച് നടക്കാനുള്ള സ്ഥലം, യോഗ സെൻറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് നമ്മളൊരു മനുഷ്യൻ്റെ മനസ്സിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ മനസ്സ് കാമായിട്ടിരിക്കത്തക്ക രീതിയിലുള്ള എന്തെല്ലാം എലമെൻറ്റ്സ് ആ പ്രോജക്റ്റിൽ വേണമെന്നുള്ളത് നമ്മൾ ആൾറെഡി തീരുമാനിച്ചതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ അമ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് അമ്യൂണിറ്റീസ് ഉള്ള പ്രോജക്റ്റ് ഉണ്ട്. എല്ലാ പ്രോജക്റ്റിലും നല്ല അമ്യൂണിറ്റീസ് കൊടുത്ത് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സാറിൻ്റെ ആ കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മൾ വെറുതെ ആഡ് ചെയ്യാൻ വേണ്ടി അമ്യൂണിറ്റീസ് ആഡ് ചെയ്യല്ല, പക്ഷെ അവിടെ താമസിക്കുന്നവരുടെ മനസ്സിനും ആ ഒരു സൗഖ്യം തരുന്ന പോലെ രീതിയിൽ പ്ലാൻ ചെയ്യാൻ. അല്ല, അത് ആക്ച്വലി അങ്ങനെ ചെയ്താലേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ, അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കത്തില്ല. മനുഷ്യൻ ഉപയോഗിക്കാത്തൊരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കത്തില്ല. ബേസിക്കലി അത് ടെൻഡൻസിയാണ്. അത് അടച്ച് പൂട്ടിക്കിടന്ന് വെറുതെ ചിലന്തി വല അടിച്ച് അത് മെയിൻറ്റെയിനബിൾ അല്ലാതെ ആയി മാറും, അത് നശിച്ചു പോകും. അത് മറ്റേതങ്ങനെയല്ല. നമ്മൾ വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മൾ കൊടുക്കുന്നൊരു സാധനം ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്ന കാഴ്ച കാണുമ്പോഴുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയും കൂടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷേ അത് അവരുടെ കുറ്റമല്ല, കൊടുക്കുന്നവൻ്റെ കുറ്റമാണ്. അപ്പോൾ കൊടുക്കുന്നവൻ അത്രയും ഇരുന്ന് ആലോചിക്കണം, ഇത് മറ്റേ ആൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വിഷയമാണോ എന്നുള്ള ആലോചിച്ച് വേണം കൊടുക്കാൻ. അങ്ങനെയാണ് നമ്മുടെ അമ്യൂണിറ്റീസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ റെഗുലറായിട്ടുള്ള അമ്യൂണിറ്റീസ് എല്ലാം എല്ലായിടത്തും കാണും. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ എല്ലാ ഇതിലും കൊടുത്തേ പറ്റുള്ളൂ. അതല്ലാതെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സാർ, ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് 10 വർഷമായി. ഇപ്പോൾ 10 വർഷത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായ മാറ്റങ്ങളാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ഇപ്പോൾ കഴക്കൂട്ടം സ്ട്രെച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിറ്റിയിൽ സ്മാർട്ട് സിറ്റി മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ. ഇപ്പം സാർ അതിൽ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ട്രിവാൻഡ്രം ആസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫീൽഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ് ഇറ്റ് സ്റ്റിൽ വർത്ത് ഇറ്റ്? നമുക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണോ ട്രിവാൻഡ്രം? പിന്നെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പേസിലാണ് ട്രിവാൻഡ്രം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല ഫാക്ടേഴ്സുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്ന വലിയ പ്രോജക്റ്റുകളുടെ കാര്യമുണ്ട്. ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെ ലൈഫ് സ്റ്റൈലും ചിന്താഗതിയും രണ്ടും മാറിയതിൻ്റെ ഒരു സൂചന അതിനകത്ത് ആ വളർച്ചയിലുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്ന കഴിഞ്ഞ 5-6 കൊല്ലങ്ങളിലാണ്. അതിലിപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നത് എത്രയോ കാലമായിട്ട് കുഞ്ഞുനാൾ മുതലേ നമ്മൾ കേൾക്കുകയാണ്. എനിക്കിപ്പോൾ 44 വയസ്സായി. എനിക്കൊരു 11-12 വയസ്സുള്ളപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നുണ്ട്. അപ്പോൾ ഒരു 10-35 കൊല്ലം എടുത്തു അത് യാഥാർത്ഥ്യമായിട്ട് നമുക്കിപ്പോൾ കൺമുൻപിൽ കാണാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ലക്കിയാണ്. ആ സമയത്ത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. കാരണം ഇത് കാണാൻ കൊതിച്ച ഒരുപാട് പേരുണ്ട്. ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് താമസിച്ച ഒരുപാട് പേർക്ക് ഈ ആഗ്രഹം കാണുമായിരിക്കുമല്ലോ. പക്ഷെ നമ്മുടെ തലമുറ വളരെ ലക്കിയാണ്, നമുക്ക് ആ ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റി. അത് ഫുള്ളി ഫങ്ഷണലാവുന്നത് 2028 ഇതിപ്പം അതിൻ്റെ ഒരു ഫേസാണ് ഇപ്പം ഓപ്പറേഷനിലായിരിക്കുന്നത്. 2028 ഇത് ഫുള്ളി ഫങ്ഷണലാവുമ്പോഴേക്കും വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് വളരെ വലുതാണ്. നമുക്ക് ഒരു പോർട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു നഗരത്തിൻ്റെ മുഖച്ഛായ, അല്ലെങ്കിൽ ആ ബിസിനസ് അതിൽ 10 മടങ്ങ് ബിസിനസ് വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ 10 മടങ്ങെന്നുള്ള വാക്ക് ശരിയാണോന്ന് എനിക്കറിയില്ല. കാരണം സിംഗപ്പൂർ, ദുബായ് എല്ലാം പോർട്ട് സിറ്റീസാണ്. അവിടെയുള്ള വന്നിരിക്കുന്ന വികസനങ്ങളെല്ലാം തന്നെ തുറമുഖത്തിനെ ആശ്രയമാക്കിയിട്ടുള്ള വികസനങ്ങളാണ് ഈ നഗരങ്ങളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വികസനം തിരുവനന്തപുരത്ത് നിന്ന് ആലോചിച്ച് നോക്കിയട്ടെ, എന്തോരം മാറ്റങ്ങളായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നതെന്നുള്ളതേ. അത് ഞങ്ങളെല്ലാം അത് ഒരു വലിയ അളവിൽ അത് എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു സംഭവമാണ്. കാരണം നമ്മൾ കാണാത്ത ഒരു തിരുവനന്തപുരം പതുക്കെ ഒരു അമ്മയുടെ വയറ്റി കുഞ്ഞ് കിടക്കുന്ന പോലെ ഇരുന്നിങ്ങനെ വളർന്ന് തിരുവനന്തപുരം വരുന്നു എന്നുള്ള ഒരു ചിന്ത തന്നെ നമുക്കൊരു വലിയ ഉന്മേഷം തരുന്നൊരു വിഷയമാണ്. പിന്നെ റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്നൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്.
കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പണ്ടുള്ളവർ പറയില്ലേ മണ്ണിനും പെണ്ണിനും വേണ്ടി മാത്രമേ അടി നടന്നിട്ടുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ അതിലൊരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്. ഈ മണ്ണ് എപ്പോഴും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കപ്പെടുന്നില്ലല്ലോ. ഇപ്പോൾ ചില മാർഗ്ഗങ്ങളുണ്ട്, റിക്ലെയിംഡ് ലാൻഡൊക്കെ എടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ പോലും മണ്ണൊരിക്കലും വീണ്ടും ഉണ്ടാകുന്ന കാര്യം കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരുടെ കയ്യിലിരിക്കുന്നോ അവരുടെ കയ്യിൽ തന്നെ അത് ഇരിക്കും. അപ്പോൾ അതിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം റിയൽ എസ്റ്റേറ്റ് പക്ഷേ ഒരു കാര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സഡൻ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സഡൻ റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റോ അല്ല. ഇപ്പം നമ്മൾ കുറച്ച് പൈസയുണ്ട്, അതുകൊണ്ട് സ്വർണ്ണം വാങ്ങിക്കുന്നു. ആ സ്വർണ്ണം കൊണ്ട് മറ്റന്നാൾ വിറ്റ് കഴിഞ്ഞാൽ ഏറെക്കുറെ ആ വാങ്ങിച്ച വിലയോ അല്ലെങ്കിൽ അതിൽ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ അതും കിട്ടും. ഷെയർ രാവിലെ വാങ്ങിക്കാം, വൈകുന്നേരം വിൽക്കാം, നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. റിസ്ക് ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കൺട്രോളിലാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മെച്ചുറായി വരാൻ, ഫ്ലാറ്റാണെങ്കിൽ ഒരു 3-4 കൊല്ലം കൊണ്ട് നമുക്ക് കൈ കിട്ടും. ഈ ഭൂമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭൂമി മെച്യൂരിറ്റിയിലേക്ക് വരാനായിട്ട് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഒരു 10 കൊല്ലം 15 കൊല്ലം എടുക്കും. കാരണം അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഭൂമി എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഫ്ലാറ്റുകൾ അങ്ങനെയല്ല. ഫ്ലാറ്റുകൾ ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡർ അനൗൺസ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൽ നമ്മളൊരു 5500 രൂപയ്ക്ക് അല്ലെങ്കിൽ 6000 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് എടുത്തെന്ന് വിചാരിക്കുക. ഒരു 3 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ പ്രോജക്റ്റ് തീരും. അപ്പോഴേക്കും എന്തായാലും ഒരു 30% വ്യത്യാസം ആ ബിൽഡർ തന്നെ കൊണ്ടുവന്ന് കഴിയും റേറ്റിൽ. ഇപ്പം ഞാൻ 6000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്യുന്ന പ്രോജക്റ്റ് കംപ്ലീഷനിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഞാൻ 6000 രൂപയ്ക്ക് ആയിരിക്കില്ല സ്ക്വയർ ഫീറ്റിന് വിൽക്കുന്നത്. അതൊരു 9000 രൂപ ആ റേഞ്ചിലേക്ക് വല്ലതും പോവും. അപ്പം ഈ ആദ്യം എടുത്ത ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ അവസാന സമയം വേണമെങ്കിൽ ഫ്ലഷ് ഔട്ട് ചെയ്ത് വെളിയിൽ പോവാം. അദ്ദേഹത്തിന് ഈ 3 കൊല്ലം കൊണ്ട് ഏറെക്കുറെ ഒരു 3000 രൂപ പെർ സ്ക്വയർ ഫീറ്റിൻ്റെ ലാഭം കിട്ടിയ പ്രോജക്റ്റുകളും ഉണ്ട്. എല്ലായിടത്തും കിട്ടണമെന്നല്ല. ആ പ്രോജക്റ്റ് വരുന്ന ഏരിയയിൽ നടക്കുന്ന ബാക്കി ഡെവലപ്മെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ ആശ്രയിച്ചാണല്ലോ വില കൂടുന്നത്. പക്ഷേ എന്നിരുന്നാലും ഫ്ലാറ്റുകൾ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് കയ്യിൽ നിന്ന് പോകാൻ എളുപ്പമാണ്. അൺലൈക്ക് ഈ ഭൂമിയുടെ കാര്യം പറഞ്ഞു, ഭൂമി കയ്യിൽ നിന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു 2-3 തലമുറ കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു വില വ്യത്യാസം വരാൻ പോകുന്നത്. പക്ഷേ ചെറിയ പാർസൽ ഓഫ് ലാൻഡ് ആയാലും വലിയ പാർസൽ ഓഫ് ലാൻഡ് ആയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2-3 തലമുറ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കഥയാണ്. ഇപ്പോൾ ഒരു 15 കൊല്ലമൊക്കെ ആണെങ്കിൽ നല്ല ഭയങ്കരമായിട്ടുള്ള വില വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ കുറവങ്കോണത്ത് ഞാൻ ഫസ്റ്റ് ബിൽഡിങ് ചെയ്ത സമയത്ത് ലൈക്ക് ഈ കല്യാൺ റോയൽ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് 4500 രൂപയാണ് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. 3700-നും 3800 രൂപയ്ക്കൊക്കെ നമ്മൾ വിറ്റിട്ടുണ്ട്. മാക്സിമം പ്രൈസ് അന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4500 രൂപ കിട്ടിയാൽ ഒരു സ്ക്വയർ ഫീറ്റിന് കിട്ടിയാൽ ബമ്പറാണ്, ലോട്ടറിയാണത്. പക്ഷേ ഇന്നത്തെ കുറവങ്കോണത്തെ വില എത്രയെന്നറിയോ? 10,000-12,000 ആണ്. ഇത്ര ഞാനീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു 10 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിലാണ്. 10 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ പ്രസൻറ്റ് മാർക്കറ്റ് വാല്യൂ മോർ ദാൻ 10,000 ആണ്. അപ്പം ഈ നേരത്തെയുള്ള ഫ്ലാറ്റുകളുടെ വില അങ്ങനെ ഈ 10,000 കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 70% വില വർധനവ് അവർക്കും കിട്ടും. അവർ 4,000 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനത്തിന് ഇന്ന് നമുക്കൊരു 7,000 രൂപയ്ക്കൊക്കെ സുഖമായിട്ട് അവർക്ക് വിൽക്കാനായിട്ട് പറ്റും. കാരണം പുതിയ പ്രോജക്റ്റുകളുടെ വില 10,000-ന് മേലെ ആയതുകൊണ്ട് സ്ക്വയർ ഫീറ്റിന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യത്യാസമാണ് റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള മോഡൽ കാണുമ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ ഭൂമി വാങ്ങിക്കുന്നതിനേക്കാളും ഞങ്ങൾ ഫ്ലാറ്റ് വാങ്ങിക്കാനേ പറയുള്ളൂ. കാരണം അത് കുറച്ചുകൂടെ ഈ എന്നുവെച്ചാൽ ഒരു ഫ്ലാറ്റിൽ തന്നെ 10-65 കുടുംബങ്ങൾ കാണും, അതിൽ വാടകക്കാർ കാണും. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാടകക്കാരന് ഇത് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുള്ളൊരാഗ്രഹം വരും. അവരുടെ ലൈഫിലൊരു അപ്ഗ്രേഡ് ആവുന്ന ഫീലാണ് അവർക്ക് വരുന്നത്. വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്കുള്ള ഒരു ചേഞ്ച്. അതിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ കമ്മ്യൂണിറ്റി തന്നെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം കുഞ്ഞുങ്ങൾക്ക് കൂട്ടുകാരുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ ആ പ്രോജക്റ്റുമായിട്ടൊക്കെ കുറേയൊക്കെ ഒരു സിങ്കായി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പം ഞങ്ങളുടെയൊക്കെ പ്രോജക്റ്റിൽ ഞാൻ കാണുന്ന ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ട്രാൻസാക്ഷൻസാണ് കൂടുതൽ നടക്കുന്നത്. വാടകയ്ക്ക് വന്ന ആൾക്കാർ ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ടെന്ന് അറിയുന്നു, അവർ നേരിട്ട് ഓണറുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കുന്നു. അപ്പോൾ അതാകുമ്പോൾ ഈസിയാണ് നമുക്ക്. ഈ വാങ്ങിച്ച ആൾക്കും പുതിയ പർച്ചേസർക്കും യാതൊരു ഹാസിലും ഇല്ല. കാരണം ഓൾറെഡി ഒരു ബിൽഡറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ലീഗലെല്ലാം കറക്റ്റായിരിക്കും. മാക്സിമം ചിലപ്പോൾ ഇയാളുടെ ആധാരം ബാങ്കിലായിരിക്കും. ആ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ആ ബാങ്കിലേക്ക് തന്നെ നമ്മൾ ആ തുകയും അടയ്ക്കുക, ലോൺ ടേക്ക് ഓവർ ചെയ്യുക, ഇദ്ദേഹത്തിന് ബാക്കിയുള്ള മാർജിൻ മണി കൊടുക്കുക. അപ്പോൾ പ്രോസസ്സെല്ലാം വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഭൂമിയിലായാലും ഫ്ലാറ്റിലായാലും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല സമയത്തോടാണ് തിരുവനന്തപുരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, സംശയമില്ല. അപ്പോൾ സാർ ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എനിക്കൊരു സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ അവിടെ ഒരു വീട് വെക്കാൻ വിചാരിക്കുകയാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് എടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും എനിക്ക് ആ ഫ്ലാറ്റ് മേടിക്കുന്നതിൻ്റെ ഒരു പാതി വിലയ്ക്കോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വിലയ്ക്ക് എന്തായാലും എനിക്ക് അവിടെ ഒരു വീട് സെറ്റ് ചെയ്യാൻ പറ്റണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ബിൽഡേഴ്സിനെ സമീപിക്കണം റാദർ ദാൻ സ്വന്തമായിട്ടൊരു വീട് പുറത്ത് വെക്കുന്നതിനെക്കാട്ടിലും? സ്വന്തമായിട്ട് വീട് വയ്ക്കാനായിട്ടുള്ള ഉദ്യമം എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് ഒരുപാട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജീവിതശൈലി കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ജീവിതശൈലിയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിനോട് നമ്മുടെ തന്നെ കാര്യങ്ങൾക്ക് നമ്മുടെ സമയം തികയുന്നില്ല. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഇനിയൊരു നമുക്ക് അറിഞ്ഞൂടാത്തൊരു പരിപാടിയിലേക്ക് പോയി സമയം കളയുന്ന പരിപാടിയാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ തലമുടി വെട്ടണമെന്ന് വിചാരിക്കുക. തലമുടി വെട്ടാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഒരു ചെറിയ റേസറോ അല്ലെങ്കിൽ ട്രിമ്മറോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ തലയിലൂടെ ഓടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ തലമുടി നമുക്ക് വെട്ടാം. പക്ഷേ ഒരു സലൂണിൽ പോകുന്ന എന്തിനാണ് നമ്മൾ? വൃത്തിയായിട്ട് വെട്ടി കിട്ടാനായിട്ട്. എന്ത് പറയുന്ന പോലെ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഈ പറഞ്ഞ ജോലി നമുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലല്ലോ നമ്മൾ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ നമ്മുടെ കാല് ഒന്ന് മുറിഞ്ഞു, നമ്മളെന്തിനാണ് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റോ അങ്ങനത്തെ സാധനങ്ങൾ ഇത് തന്നെ നമുക്ക് വേണമെങ്കിലും ചെയ്യാം. പണ്ടത്തെ രീതിയിൽ വല്ല കമ്മ്യൂണിസ്റ്റ് വെച്ചോ വല്ല പറിച്ച് വെച്ച് ഒരു കെട്ടി വീട്ടിയിരുന്നാൽ പോരെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആൾക്കാർക്ക് അത്തരത്തിലുള്ള റിസ്ക് എടുക്കാനുള്ള ടൈം ഇല്ലെന്നുള്ളതാണ്. ഒരു കാര്യം എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കി അതിനകത്ത് എന്തെങ്കിലും പാളിച്ച വരികയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ കുറേ സമയവും പൈസയും കൂടെ മെനക്കെടുത്തി കളഞ്ഞ് ഇങ്ങനെ ഇതൊരു നെവർ എൻഡിങ് പ്രൊസീജിയറായിട്ട് പോകത്തക്ക രീതിയിലുള്ള അങ്ങനെ ആവരുത് അവനവൻ്റെ ജീവിതം എന്നുള്ള എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാൽ വെള്ളിയാഴ്ച വരെ ജോലിയുണ്ട്, ശനിയും ഞായറും നമ്മൾ ഫ്രീ ആയിരിക്കണം. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ സമയത്ത്, അതായത് അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊക്കെ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുറ്റം മുഴുവൻ കോൺട്രാക്ടർമാരും പണിക്കാരുമാണ്. മനസ്സിലായില്ലേ? അപ്പം അച്ഛനിങ്ങനെ രാവിലെ നിന്നിട്ട് പറയും, ഈ പഴയ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പറയും, നീ ഇത്രയും പേരെയും കൊണ്ട് മെഡിക്കൽ കോളേജ് സൈറ്റിൽ പോവുക, നീ ഇത്രയും പേരെയും കൊണ്ട് ഇന്ന സൈറ്റിൽ പോവുക, നീ ഇത്രയും പേരെയും കൊണ്ട് നബാർഡിൻ്റെ സൈറ്റിൽ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണിക്കാരെ പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എൻ്റെ കുഞ്ഞിലേക്ക്. ഇന്ന് അതേ അച്ഛൻ്റെ മോനായ ഞാൻ കമ്പനി തുടങ്ങി രാത്രി ഇരുന്ന് എല്ലാ പണിക്കാരെയും വിളിക്കുകയാണ്, നീ നാളെ വരുമോ, അതോ നീ ലീവ് എടുക്കുമോ? അപ്പം മാൻ പവർ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് കൺസ്ട്രക്ഷൻ. അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ഷോർട്ടേജ് ഉള്ളതും. ഭയങ്കരമായിട്ടുള്ള ഷോർട്ടേജ് മാൻ പവറിലുണ്ട്. അപ്പോൾ ഇതിനെ ക്രോഡീകരിച്ച് ഏകീകരിപ്പിച്ചൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭയങ്കര പേഷ്യൻസ് വേണ്ട ഒരു ജോലിയാണ്. നിങ്ങളുടെ റുട്ടീനായിട്ടുള്ള ജോലിക്കിടയിൽ നിങ്ങളൊരു വീട് വെപ്പും കൂടെ പോയി കഴിഞ്ഞാൽ BP കൂടി കാരണം നമുക്ക് നമ്മുടേതായ വർക്ക് ടെൻഷനുണ്ട്. അതിനോട് പ്ലസ്സാണ് ഈ ജോലിക്കാരും ബാക്കിയുള്ള വിഷയങ്ങളും തരുന്ന ടെൻഷൻ. അപ്പോൾ എനിവേ യു വിൽ നീഡ് എ കോൺട്രാക്ടർ, ഒരു ഇടനിലക്കാരൻ വേണം. അപ്പോൾ ആ കോൺട്രാക്ടർ തന്നെ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്ടർ ആൻഡ് എ ബിൽഡർ? കോൺട്രാക്ടർ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ തരുന്നൊരു ഡിസൈനിൽ ഒരു വീട് ചെയ്തു തരുന്നു, ശരിയല്ലേ? ബിൽഡറും ഏറെക്കുറെ അങ്ങനെ തന്നെ ചെയ്യുന്ന ആളാണ്. ബിൽഡറുടെ ഒരു ഗ്ലോറിഫിക്കേഷൻ പാർട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ലാൻഡ് നേരത്തെ ഉണ്ട്, പ്ലാനും അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ട്, ഇത് ചെയ്യാനുള്ള സാധന സാമഗ്രികളും ആൾക്കാരും എല്ലാം കയ്യിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോയി പറയുക എനിക്ക് ഈ ടൈപ്പ് അപ്പാർട്ട്മെൻറ്റ് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഇത് അടിച്ചു കൂട്ടി കൈ തരും. മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻവോൾവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നൊരു വിഷയമാണ്. കാരണം ഇതൊരു സില്ലി വിഷയമല്ലല്ലോ, ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന ഒരു പ്രോജക്റ്റാണ് ഈ വീട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നത്തില്ലേ? കഷ്ടകാല സമയത്താണ് വീട് വെക്കാൻ തോന്നുന്നതെന്ന് പറയുന്നത് തോന്നല്ലേ? അത് ചുമ്മാ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് എന്നും കഷ്ടകാലം, ഞങ്ങൾ എത്രയോ ദിവസം വീട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഒരു വീട് വയ്ക്കുന്നതിന് കഷ്ടകാലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വീട് ദിവസം വെച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കഷ്ടകാലം ഒഴിഞ്ഞ് സമയം കാണത്തില്ലല്ലോ. അത് കഷ്ടകാലത്തിൻ്റെ വിഷയമല്ല. അതിലും ഒരു വലിയ കാര്യമുണ്ട്, എന്നറിയോ? ഈ വീട് വയ്ക്കുന്നത് മോശപ്പെട്ട സമയത്താണെന്ന് പറയുന്നതിലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ മലയാളികൾ കുറച്ചുകൂടെ ബെറ്ററാണ്. പണ്ടത്തെ മലയാളികളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളൊരു ഏരിയയുടെ വീടല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന ആളുടെ വീട് ഇങ്ങനെ ഇരിക്കുന്നു, ഇന്ന ആളുടെ വീട് ഇങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ നമ്മുടെ വീടും ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സ്കെയിലിലേക്ക് തന്നെ കൊണ്ടുപോയി ഇപ്പോൾ 2-3 പേരുള്ള ഒരു ഫാമിലിക്ക് വേണ്ടി 4000-4500 സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ വലിച്ചു വരിയിട്ട് ചെയ്ത് അതിന് അവനവൻ്റെ കയ്യിലുള്ള സാമ്പത്തികം ചിലപ്പോൾ തികയാതെ വരും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നിന്നോ ഒക്കെ കുറച്ച് ലോണൊക്കെ എടുത്ത് ആ ലോൺ കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പണി തീർത്ത് പിന്നെ അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും കാണിക്കണ്ടേ. അപ്പോൾ എല്ലാവരും വിളിക്കും,
ഇന്ന ദിവസം എൻ്റെ പാലുകാച്ചാണ്, എല്ലാവരും വരണം. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്സ്. ഇതെല്ലാം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, എല്ലാം ഭംഗിയായിട്ട് പോയി. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അവരെ അപ്രീഷിയേറ്റ് ചെയ്തങ്ങ് പോവും. ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴാണ് ഈ ലോണിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഈ ഗൃഹനാഥൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് രണ്ടുപേരും കൂടെ ഭർത്താവും ഭാര്യയും കൂടെ ചേർന്നായിരിക്കും ചെയ്യുന്നത്. ഈ 2 പേരുടെ മനസ്സിൽ വരും. ഇത് എപ്പോഴാണ് വരുന്നതെന്നറിയാമോ? എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വരത്തുള്ളൂ. കാരണം പകൽ നമ്മൾ എൻഗേജ്ഡാണ്. ഇപ്പം രാത്രി നമ്മളൊന്ന് ഐഡിയലായിട്ട് നമ്മൾ കിടക്കയിലേക്ക് വീഴുന്ന സമയത്താണ് 30-ാം തീയതി മറ്റേ EMI കയറി വരുമല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ. അപ്പം മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞ് കുറച്ച് ദിവസം മുമ്പോട്ട് പോകുമ്പോൾ ഒന്നുകിൽ ഭാര്യ ഭർത്താവിനോട്, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയും, എടേ ഈ വീട്ടിൽ വന്നതിന് ശേഷമേ ഒരു സമാധാന കുറവുണ്ട്. ഏത് അപ്പോഴും വീടിനാണ് കുറ്റം. ഇയാളുടെ പ്രവൃത്തി കൊണ്ട് ഇയാൾ ഇത്രയും കടം മേടിച്ച് വെച്ചിട്ട് അതിന് വീടിനെ കുറ്റം പറയുന്നൊരു ശൈലിയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും ഒരു കൺസൾട്ടൻറ്റിനെയോ അല്ലെങ്കിൽ വേറെ ആളെ കാണിക്കുക, അവരും എന്തെങ്കിലും ഒരു കാര്യം പറയും. അപ്പോൾ ആ ചേഞ്ചസ് എല്ലാം ഇവർ വീട്ടിൽ വരുത്തും. എന്നിട്ടും കാരണം ബേസിക് പ്രശ്നം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സംഗതികളല്ല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാനതാ പറയാൻ വന്നത്. എന്നിട്ട് ഈ വീടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വീടിനകത്ത് ഇപ്പോൾ ഒരു കടവും ഇല്ലാത്തൊരുത്തന്നെ ആ വീടിനകത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ അവന് ഉറക്കം കിട്ടും. അപ്പോൾ ഈ ബിൽഡർ എന്താണ് ചെയ്യുന്നത്? ബിൽഡേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വിൽക്കാനിരിക്കുന്നവരല്ല. അപ്പം നിങ്ങൾ വന്ന് നമ്മുടെ ഒരു ബിൽഡറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ ബിൽഡർ ആക്ച്വലി നിങ്ങളെ അഡ്വൈസ് ചെയ്യാനായിട്ട് പാകത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം നമ്മൾ തന്നെ നിങ്ങളോട് ചോദിക്കും, സാറിനോ മാഡത്തിന് ഇത്രയും വലിയ ഫ്ലാറ്റിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം 2 ബെഡ്റൂം ആയിരിക്കും. നിങ്ങളെന്തിനാണ് ഈ 3500-ഉം 4000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് വാങ്ങിക്കുന്നത്? അപ്പോൾ അവരതിൽ അത് കേൾക്കും. അവർ ഒരു ഡിസ്കഷനിലേക്ക് അത് പോകും. അപ്പോൾ അവരുടെ പോയിൻറ്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റും, നമ്മുടെ പോയിൻറ്റ്സ് അവർക്ക് മനസ്സിലാവും. എന്നിരുന്നാലും വലിയ വീട് വാങ്ങിക്കുന്നവർ വലിയ വീട് തന്നെ വാങ്ങിക്കും. പക്ഷേ ഈ 4000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് നിന്നവൻ ഒരു 2000 സ്ക്വയർ ഫീറ്റിലെങ്കിലും ഒതുങ്ങും. അപ്പോൾ ആ ഒതുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ അത് ബെനിഫിറ്റഡായിട്ട് കണ്ട കാഴ്ചകളുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ബിൽഡേഴ്സ് അത്യാവശ്യമാണ്. പ്രൊഫഷണലി ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ബിൽഡേഴ്സ് അത്യാവശ്യമാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു സ്പെഷ്യലൈസ്ഡ് ജോബാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ പണ്ടത്തെ സിറ്റുവേഷനിൽ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ, കണ്ണിന് വേദന വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി കാണുന്നത് ഫിസിഷ്യനെയാണ്, ജനറൽ മെഡിസിൻ. ഇപ്പം അങ്ങനല്ല. ഇപ്പം നമ്മൾ വയറുവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ആരെ പോയി കാണണം. നേരെ ഗ്യാസ്ട്രോളിലെടുത്ത് പോകും. അല്ലെങ്കിൽ കണ്ണിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോകാൻ നേരെ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകും. ഒരു ചെറിയ ഇറിറ്റേഷൻ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകും. എന്ന് പറയുന്ന പോലെ ഓരോ തൊഴിലിലും സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഞങ്ങളുടെ തൊഴിലിൽ ഞങ്ങളാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് കരുതിയാൽ മതി. ബിൽഡർമാരാണ് ഈ തൊഴിലിലെ സ്പെഷ്യലിസ്റ്റുകൾ. അത് പ്രൂവണുമാണ്. ബിൽഡേഴ്സിൻ്റെ ഇപ്പോൾ ഈ സിറ്റിയിലെ സ്കൈലൈൻ തന്നെ, തിരുവനന്തപുരത്തെ സ്കൈലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്കൈലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? പ്രൈവറ്റ് ബിൽഡേഴ്സാണ്. ഏറ്റവും മികച്ച കെട്ടിടങ്ങൾ നല്ല ഡിസൈനിൽ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്ന ആരാണ്? പ്രൈവറ്റ് ബിൽഡേഴ്സാണ്. ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷേ അവർക്കൊരു റെഗുലർ പാറ്റേൺ ഉണ്ട്. അവർ ഈ എസ്തെറ്റിക്സിൽ വലിയ ഒരു ഊന്നൽ കൊടുക്കാതാണ് അവരത് ചെയ്തു പോകുന്നത്. പക്ഷേ ബിൽഡേഴ്സ് അങ്ങനെയല്ല. ലാൻഡ്സ്കേപ്പിങ്ങിന് നല്ല ഊന്നൽ കൊടുക്കും, എസ്തെറ്റിക്സിന് നല്ല ഊന്നൽ കൊടുക്കും. ആ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നത്തക്ക രീതിയിൽ ഉള്ള എല്ലാ എലമെൻറ്റ്സ് അവർ കൊടുത്താണ് അത് ചെയ്യുന്നത്. അപ്പം ബിൽഡേഴ്സ് അത്യാവശ്യമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.